യാത്ര സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും രാവിലെ തന്നെ റൈഡർ പ്രേമി ബ്ലോഗിലോട്ട് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇടുക്കി ജലാശയത്തിലെ വെള്ളമൊക്കെ ഒരുപാട് കുറഞ്ഞു. അപ്പം ഈ വീഡിയോ കാണുന്നവരും അല്ലാതെ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, കാരണം മാക്സിമം ഷെയർ ചെയ്യുക. ഒട്ടനവധി അപകടങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ അയ്യപ്പൻകോവിൽ ജലാശയം. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു നെടുങ്കണ്ടത്ത് വന്നൊരു കുട്ടി മരിച്ചിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന വീഡിയോ അല്ല, നമ്മൾ പല പ്രാവശ്യമായിട്ട് ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി ഈ അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളും അതിന് മുന്നോട്ടുള്ള കെട്ടിയറ എന്നൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അപകടം നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. ഈ വരുന്നവർ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതുപോലെ ചതുപ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ അയ്യപ്പൻകോവിൽ ജലാശയം. നമ്മുടെ ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന അവിടെയാണ് നമ്മൾ ബലിയൊക്കെ അവിടെയാണ് ബലിയൊക്കെ ഇടുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് കിടന്ന ആ ഒരു കയവും ആ കയത്തിൻ്റെ ഭാവമാണ് കേട്ടോ. ഇതിൻ്റെ അങ്ങേ സൈഡിലാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മരിച്ചത്. അതായത് നെടുങ്കണ്ടത്ത് വന്ന് ഈ ഒരു കുട്ടി മരിച്ചത്. ഒരു 6 അംഗ സംഘമാണ് ഇങ്ങോട്ട് വന്നത്. അതിലൊരാളാണ് മരിച്ചത്. അപ്പോൾ കണ്ടോ, വെള്ളമൊക്കെ തീരെ താഴ്ന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും ഇറങ്ങല് കേട്ടോ. അപ്പം ഈ വെള്ളത്തിൻ്റെ കിടപ്പ് കാണുമ്പം ആഴം കാണത്തില്ല എന്നുള്ള രീതിയിലൊരു വിചാരത്തിലാണ് ആൾക്കാരെല്ലാം ഇറങ്ങുന്നത്. പക്ഷേ ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയല്ല. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം ഒരുപാട് ചതുപ്പുകൾ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ കെട്ടുകരയിലോട്ട് നമുക്ക് പോകാം. ഇവിടുന്ന് നമുക്ക് ഏകദേശം നല്ലൊരു നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് ഈ ആറിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും കരയിലുള്ള ഒരു ഓഫ് റോഡാണ് കേട്ടോ. അത് വർഷകാലം ആയിക്കഴിഞ്ഞാൽ ഇതിലെ വണ്ടികളൊന്നും അങ്ങനെ ഓടത്തില്ല, ചെളിയാണത്. ഇവിടെ ഒരു വീട് കാണും കേട്ടോ. ഇതിൽ ആൾത്താമസമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇവിടുത്തെ കൃഷികളെന്നൊക്കെ പറഞ്ഞാൽ ഏലമാണ് കേട്ടോ. അപ്പം ഈ വഴിക്ക് താഴത്തെ സൈഡ് മൊത്തം ഇറക്കേറിയാണ്, അതായത് KCBയുടെ ആണ്. ഇങ്ങോട്ട് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം. പിന്നെ ഒരു 80% കൂടുതൽ ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണ് കേട്ടോ. അപ്പം നമുക്കങ്ങനെ പൊതുവായിട്ടുള്ള ആൾക്കാരൊന്നും ഇങ്ങോട്ട് ആദ്യം വരാറില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വഴിയൊക്കെ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. പക്ഷേ നല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴ പെയ്തതിൻ്റെ പേരിൽ നല്ലൊരു പച്ചപ്പ് ഗ്രീനറിയാണ് കേട്ടോ. നല്ല അടിപൊളി കാഴ്ച. അപ്പോൾ നമ്മൾ നടന്നങ്ങനെ ഇതുപോലുള്ള വഴിക്കടെ ആണെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഇനി ഏകദേശം നമുക്കൊരു 2-3 കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ. അപ്പം നല്ല അന്തരീക്ഷമാണ്. ഉച്ച കഴിഞ്ഞ് മഴ പെയ്യാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് നിൽക്കുന്നുണ്ടോ ഈന്ത്. അപ്പോൾ ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഈ ഈന്തിൻ്റെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ കായ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പം നമ്മുടെ ദാസപ്പനെ അവിടെയാണ് ഇരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ദാസപ്പൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ദാസപ്പൻ്റെ അടുത്ത് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് വേറൊരു അതിഥികളുണ്ട് കേട്ടോ. അതിഥിയുടെ ക്ഷണപ്രകാരമാണ് നമ്മൾ ഇങ്ങോട്ടുള്ള ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ വന്നത്. അപ്പോൾ അങ്ങനത്തെ ദാസപ്പൻ്റെ അടുത്ത് ഒരാളിരിപ്പുണ്ട്. ദാസപ്പൻ്റെ കൂട്ടായിട്ട് ദാസപ്പൻ ഇരിക്കുന്നു. അപ്പം ഇതിലെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇതാണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ അതിഥി. ഈ നാണക്കാരാണ് കേട്ടോ. ഇതിലെയാണ് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ഏകദേശം നമുക്കൊരു എത്ര കിലോമീറ്റർ നടക്കാനുണ്ട്? 1 കിലോമീറ്റർ നടന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് കെട്ടുകര. അപ്പം മുമ്പേ നമ്മൾ പറഞ്ഞത് കെട്ടുചെറിയ എന്നാണ്, പക്ഷേ കെട്ടുചെറിയല്ല, കെട്ടുകര. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഈ വഴിയൊക്കെ ഇങ്ങനത്തെ വഴിയാണ്. നമുക്ക് ഇടുക്കി ജലാശയത്തോട് ചേർന്ന് കിടക്കുന്ന വഴിയാണ് കേട്ടോ. നമ്മൾ സീതക്കായം കാണണം. സീതക്കായം ഇന്നവരെ ഒരു യൂട്യൂബും ചെയ്യാത്ത ഒരു പ്രദേശമാണ് കേട്ടോ. സീതക്കായം പലരും അറിയത്തില്ല. താഴെ നമ്മുടെ അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിന് അവിടെ വരെയൊക്കെ വരുള്ളൂ. അവിടെ വന്നിട്ട് നമ്മുടെ പാലമൊക്കെ എടുത്ത് തൂക്കുവാലവും ഇതൊക്കെ എടുത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടേ പോവുള്ളൂ. ഇതേണ്ടത് അങ്ങണാക്കണം കേട്ടോ. അങ്ങ് പോകണം നമുക്ക്. എന്നാലേ നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ആന പുലി വല്ലതും ഉണ്ടോ? ഇടയ്ക്ക് എന്നാ ആന മാത്രം. നമ്മളത് അത്രയാണ് കേട്ടോ. നമുക്ക് ഏകദേശം നമുക്കൊരു ഇതിൽ ഈ വഴികൾ നേരായി ഈ വഴികൾ പോവുകയാണെങ്കിൽ നമുക്ക് 2-3 കിലോമീറ്റർ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു കൂടി എന്നാൽ 1 കിലോമീറ്റർ നടപ്പുള്ളൂ കേട്ടോ. നമ്മൾ ഈ വളഞ്ഞ് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ നടപ്പ് തോന്നിക്കുന്നത് കേട്ടോ. ഇതേ നിൽക്കുന്നു നമ്മുടെ ഈന്ത്. ഇതൊക്കെ ഈ ഈന്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാൻസിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ വലിയ ബിൽഡിങ്ങിൻ്റെയും വലിയ റിസോർട്ടിൻ്റെയൊക്കെ മുന്നിൽ ഉണ്ട് കേട്ടോ. അവർ ചെടിയായിട്ട് നിർത്തുന്നുണ്ട് ഈന്ത്. ഇതിലൊക്കെ വെള്ളം കയറിക്കിടന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം നമുക്കിത് അതിലേ ഇങ്ങനെ പോയാൽ നമുക്ക് അങ്ങേക്കര വഴി കയറി പോകാം. അങ്ങേറ്റത്തില്ല മറ്റേ ഇതായിരുന്നല്ലേ എന്നാ തേക്ക് ഫാമോ അങ്ങ് ആ സ്ഥലമൊക്കെ പ്ലാന്റേഷൻ ആണോ? പ്ലാന്റേഷൻ കൂപ്പ്. ഇവിടെയൊക്കെ വെള്ളം കയറിയ ഒരു സമയം ഉണ്ടായിരുന്നു 2018 അപ്പോൾ അതെ നമ്മൾ ഇവിടെ വരെ വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ
1 മണിക്കൂറായിട്ട് നടക്കുന്നത്. ഇവിടെ ഒരു വള്ളം കിടപ്പുണ്ട്. ഇതൊക്കെ വെള്ളം പൊങ്ങുമ്പോഴത്തേക്ക് ഈ വള്ളമൊക്കെ അങ്ങോട്ട് ഇറക്കുള്ളൂ കേട്ടോ. ചങ്ങാടമല്ല വഞ്ചിയല്ലേ. ഇത് ഫൈബറാണ് കേട്ടോ. ഫൈബറും കൊണ്ട് നിർമ്മിച്ച ഒരു വള്ളമാണ്. ഇതേണ്ട് അങ്ങ് ദൂരെ. അപ്പം നമ്മളിത് ഏകദേശം നമ്മളൊരു 4 കിലോമീറ്ററോളം നടന്നു. 4 കിലോമീറ്റർ നടന്നതിന് ശേഷം ഇത് ഇവിടെ വരെ നമ്മുടെ വഴിയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ വഴി ഇവിടെ വേണം നമുക്കിനി നടപ്പുവഴി മാത്രമല്ല, ഇവിടെ കൊണ്ട് വഴി തീർന്നു. ഇതൊരു പഴയ ഒരു പശുഫാമാണ്. നമുക്ക് ഇതിലെ വേണം നമുക്കിനി കയറിപ്പോകാൻ. അപ്പോൾ വേനലായതുകൊണ്ട് നമുക്ക് കയറിപ്പോകാൻ പേടിയുണ്ട്. ഇപ്പം മഴയൊക്കെ നനഞ്ഞ് കൂന്ന് നടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ല. വേനലായ ഇഷ്ടംപോലെ പാമ്പിൻ്റെ ഇഷ്ടംപോലെ സമയമാണ് വേനൽക്കാലം. പക്ഷേ ഇപ്പം നമ്മളെന്നാലും നമ്മളിതിൽ പോവുകയാണ്. അപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ സീതക്കയം കാണാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം എല്ലാവരുടെയും വിചാരം അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് സീതക്കയം എന്നല്ല കേട്ടോ. നല്ലൊരു നടപ്പ് തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇപ്പം തന്നെ. പക്ഷേ ഞാനും അങ്ങനെ വിചാരിച്ചാണ് വന്നത്. നമ്മുടെ കൂട്ടുകക്ഷി പറഞ്ഞത് ഇവിടുന്ന് കുറച്ചങ്ങ് പോകണം. അപ്പം കൂട്ടുകക്ഷി ഈ ഭാഗത്താണ് താമസിക്കുന്നത് കേട്ടോ. അപ്പം കൂട്ടുകക്ഷിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ നമ്മൾ കൂട്ടുകക്ഷി എന്തെങ്കിലും ഇതേ ഇവിടുത്തെ ഇലക്ട്രിക് ലൈൻ ഉണ്ട്. വർക്കല്ല. അതെ, ഇതുണ്ട്. കറണ്ട് കമ്പി ഉണ്ട് കേട്ടോ. ഇതിനെ പറഞ്ഞ ആന. അപ്പോൾ ആനയ്ക്ക് ഇതിൻ്റെ ആയിട്ട് ചിക്കുന്നതാണ് ഷോക്കിന് വേണ്ടി. അതൊന്നും ആനയ്ക്ക് വലിയ വിഷയകസമല്ല. ഇവിടെ ഇതിലെയാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് വഴികളും കിഴികളൊന്നും ഇല്ല. കണ്ടോ, ഒരു നടപ്പ് വഴികൾ മാത്രം. അപ്പം ധൈര്യമുള്ളവർ മാത്രമേ ഇല്ല വരാറുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ ആനയുടെ ഒരു ശല്യമുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇതിൽ അങ്ങനെ സ്വകാര്യ വ്യക്തികൾ അങ്ങനെ വരുന്നവരല്ല. അപ്പം ഇപ്പം ഇത്രയും വെള്ളം ഇറങ്ങിയ സ്ഥിതിക്കാണ് ഞങ്ങളിതിൽ വന്നത്. കണ്ടോ, അപ്പം കാടെന്ന് പറഞ്ഞാൽ തനി കാടാണ് കേട്ടോ. പോസ്റ്റ് ഇത് നമ്മൾ അയ്യപ്പൻകോവിൽ കോഴിമലയോട് ചേർന്ന് കിടക്കുന്ന ഒരു വനാന്തര പ്രദേശമാണ് കേട്ടോ. വേണ്ടേ, നല്ല കാട്. ഇവിടെ ഒരു ഭയങ്കര ഒരു മരം നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഏത് കാട്ടിൽ ചെന്നാലും നമുക്ക് ഈ കാടിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഇതുപോലെ വലിപ്പത്തിലുള്ള മരങ്ങളാണ് കേട്ടോ കാടിൻ്റെയൊക്കെ ഒരു സൗന്ദര്യം. അപ്പോൾ കുനിഞ്ഞു വേണം കിടക്കാം അല്ലേ. ഈ കുഞ്ഞു കിടന്ന സ്ഥിതിക്ക് ഞാനും കുനിഞ്ഞ് കിടക്കാം. അപ്പം നമ്മളങ്ങനെ അതെ ഇവിടെ വന്നു കേട്ടോ. ഇവിടെ ഈ കാണുന്നൊരു പ്രദേശമുണ്ട്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിലല്ലേ നമുക്ക് പോകണ്ടേ? ഇതിലേ പോകണ്ടേ? ഇതിലേ പോകുന്നു. അപ്പോൾ അതിപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ഈ ഒരു ജലാശയത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഏറ്റവും അപകടം നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒട്ടനവധി ആൾക്കാർ മരിച്ച ഒരു സ്ഥലമാണ് കേട്ടോ. വെള്ളം മുങ്ങിക്കഴിയുമ്പോൾ അവിടുന്ന് വെള്ളം തിങ്ങിതേ അതുകൊണ്ടോ അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ തിങ്ങി വന്നു കഴിയുമ്പം ഇവിടെ വലകെട്ടുകാരും അല്ലാത്ത ആൾക്കാരൊക്കെ കൂടുതൽ ഇവിടെ മരിച്ചൊരു സ്ഥലമാണ്. അപ്പം സീതക്കയത്തിലോട്ട് ഇവിടുന്ന് ഏകദേശം നല്ലൊരു കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പം അവിടെ വരെ നമ്മൾ പോകുന്നുണ്ട്. ഈ ശരിക്കുള്ള സീതക്കയം എവിടെയാണെന്നുള്ളത്. അപ്പം ആ സീതക്കയം കാണാൻ വേണ്ടിയാണ് പോകുന്നത്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈ സീതക്കയം എന്നൊക്കെ. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് അപകടമാണ്. ഇവിടത്തേക്ക് ആഴം എന്താണെന്നോ ഒന്നും അറിയത്തില്ല. കാരണം നിശ്ചലമായിട്ടാണ് വെള്ളം കിടക്കുന്നത്. അവിടെ വരെ നല്ല ഒഴുക്കുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നിശ്ചലമായിട്ട് വെള്ളം കിടക്കുവാണ്. നല്ല ഒഴുക്കാണ്. ഈ വെള്ളത്തൊന്നും വിശ്വസിച്ച് ഇറങ്ങരുത്. ചേറും അള്ളാണ് കേട്ടോ. നല്ല കുത്തൊഴുക്കുമാണ്. നമ്മൾ ഇതിലിങ്ങനെയാണ് ഇതേ പോകുന്നത്. ഇതുണ്ടോ, ഭയങ്കര ഒരു പാറയാണ് കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം മുങ്ങിക്കഴിയുമ്പം ഈ പാറ അള്ളിനകത്തൊക്കെയാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. അതാണ് ഈ പാറ. കണ്ടോ, അള്ളൊക്കെ ഇപ്പോൾ നോക്കി വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ ഈ അള്ളൊന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പോഴേ നമുക്ക് കള്ള് കാണാൻ പറ്റും കേട്ടോ. അതാണ് നമ്മുടെ കാക്കക്കയം അല്ലേ, കാക്കത്തോട് പോകുന്ന വഴിയാണ് കേട്ടോ. ഉപ്പാറ കാക്കത്തോട് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ചെറിയൊരു കാനക്കത്തൊരു വെള്ളം വരുന്നുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ പറയാം അത് ഭയങ്കരമായിട്ടുള്ള കായമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കല്ലുരുട്ട് നോക്കി ഇവിടെയൊക്കെ വന്ന് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആളെ നോക്കേണ്ട കാര്യമില്ല. ആളെ ഇവിടെയൊക്കെ വരുമ്പോൾ ധാരാളം ചൂണ്ടയിടുകാരൊക്കെ കാണാം കേട്ടോ, ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ ശരിക്കുള്ള ഒരു സീതക്കയത്തിനോട് അടുത്ത് എത്താറായി കേട്ടോ. ഇവിടെ ആകുമ്പം അതിവിശാലമായിട്ട് അക്കരെയൊക്കെ ഇഷ്ടം പോലെ പോത്തുകളൊക്കെ ഉണ്ട്. ഒരു കാട്ടുപോത്തല്ല, ഓരോ സ്വകാര്യ വ്യക്തികളുടെ പോത്തുകളെ വളർത്തുന്നതാണ് കേട്ടോ. അഴിച്ച് ഇട്ടിരിക്കുകയാണ്. അപ്പം ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആനകളൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പം കാട്ടിലേക്കുള്ള മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളമൊക്കെ ഉള്ളതിൻ്റെ പേരിലാണ് ഇപ്പം ആനകളെ ഒന്നും നമുക്ക് കാണാത്തത്. അത് ആനകളെ കാണാൻ തന്നെ നമുക്കൊരു ഭാഗ്യം വേണം. നമുക്ക് ആ ഒരു ഭാഗ്യം ഇല്ല ഒന്നത്തെ കാര്യം. അല്ലേ, കാണാതിരിക്കട്ടെ. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ഇതാണ് കെട്ടുകര. ഇതാണ് കേട്ടോ സ്ഥലം, കെട്ടുകര. ഇപ്പോൾ ഈ കെട്ടുകര എന്ന് പറയാനുള്ള കാരണം എന്താ കൊച്ചേ? അപ്പം അങ്ങനെ ഇവിടെ ഇത്ര ഇട വെള്ളം കെട്ടിക്കിടക്കും അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ 3, 4, 5 ഡേഷനായിട്ടാണ് വെള്ളം വരുന്നത്. അതിൽ ഞാൻ പറഞ്ഞല്ലോ
അവിടെ വെള്ളം വരുന്നുണ്ട്. ഇതിലെ അങ്ങനെ വെള്ളം പോകുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു കെട്ടുകരയെന്നാണ് ഇവരോട് പറയുന്നത്. വെള്ളം അവിടെ കെട്ടിക്കിടക്കും. ഇവിടുന്ന് വെള്ളം തിങ്ങിയിട്ടാണ് ചുഴി പോലെ റിവേഴ്സാണ് വെള്ളം അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിൻ്റെ അവിടെയും തൂക്കുപാലത്തിൻ്റെ അവിടെയൊക്കെ ഒരുപാട് പേര് ആൾക്കാർ മരണപ്പെടുന്നത്. അപ്പം എൻ്റെ കൂടെ വരുന്ന കുട്ടി എന്നെ പറഞ്ഞേക്കുന്നത് പണ്ട് ഇതുപോലെ ഒരാൾ കുട്ടി വെള്ളത്തിൽ പോയപ്പോൾ രക്ഷിച്ച ആളാണെന്ന് പറഞ്ഞത്. അപ്പം അതിനെപ്പറ്റി പുള്ളിക്കാരൻ വീഡിയോ വരാനൊരു മടി. അപ്പം ഇതാണ് കേട്ടോ കെട്ടുകര. ഇവിടെ ധാരാളം മീൻ പിടുത്തക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അക്കരെ മീൻ പിടിക്കുന്നുണ്ട്. മീനൊക്കെയാണ് മീനാണെന്ന് തോന്നുന്നു വിട്ടിത്തേക്കുന്നുണ്ടല്ലേ. അപ്പോൾ ആ മീനല്ലേ വിട്ടിത്തേക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ ആ ഒരു ഭംഗി നോക്കി. ഇതൊക്കെ ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ക്യാമറയൊക്കെ പിടിച്ച് വരുന്നതുകൊണ്ട് കണ്ടുവന്നതിൽ തന്നെ ഒരു കുറ്റകരമാണ്. അപ്പം ഇവിടെ എന്താണ് സീതക്കായ അങ്ങോട്ടാ അങ്ങോട്ട്. അപ്പം ഇതേ അങ്ങനെ അങ്ങോട്ടാണ് കേട്ടോ സീതക്കായം. അതങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഏകദേശം ഞങ്ങളിപ്പോൾ ഒരു 5-6 കിലോമീറ്റർ നടന്നു കേട്ടോ സീതക്കയത്തിലോട്ട്. ഉണ്ടോ, അതൊക്കെയാണ് ആ പാറയിലൊക്കെ ഇരുന്ന് ചൂണ്ടയിടുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടോ ആ ഒരു പാറയിലൊക്കെ ഇരുന്ന് അപ്പം വെള്ളമൊക്കെ ഇവിടെ വരെ പൊങ്ങും. ഇവിടെയൊക്കെ വെള്ളം പൊങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. നോക്കിയേ, ഇവിടുത്തെ ഒരു കാഴ്ച നോക്കിയേ. വെള്ളം ഇറങ്ങിപ്പോയിട്ട് നോക്കിയേ, വെള്ളത്തിന് ശബ്ദം കേട്ടോ. അല്ലാതെ വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരു ശബ്ദം പോലും നിശ്ചലമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ. എന്ത് നല്ല വൈബാണ് നിൽക്കുന്നത്, അടിപൊളി കാഴ്ച. അങ്ങ് അക്കരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയയാണ് കേട്ടോ. ഫോറസ്റ്റിൻ്റെ അണ്ടറാണ്, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലതേ. അവിടെയൊക്കെ ഇഷ്ടംപോലെ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഇനിയും ഉണ്ട് കേട്ടോ, കുറച്ചും കൂടെ ഉണ്ട് നമ്മുടെ സീതക്കയത്തിലോട്ട്. അപ്പം നിസ്സാരമല്ല സീതക്കയത്തിലോട്ട് പോകുന്ന ദൂരം. നമ്മളങ്ങോട്ട് നല്ലൊന്ന് പോകാം. അപ്പോൾ ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകത കൂടെ കേട്ടോ. കെട്ടിയറെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാണെങ്കിലും അയ്യപ്പൻകോവിൽ ഭാഗത്ത് അല്ലെങ്കിൽ ചപ്പാത്ത ആ ഭാഗങ്ങളിലൊക്കെ ബോഡി കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വന്ന് നോക്കുന്നത്. ഇവിടെ ഒരു ഭയങ്കര ഒരു അള്ളാണ്. പക്ഷെ ഇത് കേട്ടിട്ട് എനിക്ക് തന്നെ പേടിയാവും കേട്ടോ. കാരണം ഈ കുട്ടി പറയുമ്പോഴാണ് പറയുന്നത് ഇവിടെ വന്നാണ് ബോഡികളെല്ലാം പോകുന്നത്. കാരണം ഇവിടെ ഈ പാറയ്ക്ക് ഇങ്ങനെ ഒരു അള്ളിങ്ങനെ കിടക്കുമെന്ന് പറയുന്നത്. അള്ളിനടിയിൽ വന്ന് കിടക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇത് അവിടെയൊക്കെ ഒരുപാട് ചതുപ്പാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോകണമെന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും കണ്ട് ആരും ഇങ്ങോട്ട് വന്നേക്കില്ല. വീഡിയോ കാണുക, ആസ്വദിക്കുക, 10 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ആണ്. ഇതിലെ കുളിക്കാനോ പറക്കാനൊന്നും വരാൻ പറ്റത്തില്ല. ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു നല്ലൊരു നടപ്പ് നടന്നു രാവിലെ തന്നെ. കണ്ടല്ലോ അല്ലേ, ഇവിടുത്തെ വെള്ളം കണ്ടല്ലോ അല്ലേ. പാറക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ. ഇന്നതൊക്കെ അള്ളുകളൊക്കെ കാണും, ഇഷ്ടംപോലെ കുഴികൾ കാണും. അപ്പോൾ നമ്മൾ പറഞ്ഞ് വിവരിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ കുട്ടി ഉള്ളതാണ് പോകുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് പേര്, ഒത്തിരി പേര്, അനേകം പേര് ഈ വെള്ളത്തിൽ മരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ, ഇത് ആനത്താരയാണ് കേട്ടോ. അതിലങ്ങനെ ആനത്താര അവിടുന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതാണ് കേട്ടോ. പക്ഷേ അപകടകാരിയല്ലെന്നാണ് അറിവ് കേട്ടോ. അതെന്ന് വെച്ചാൽ കാരണം ഇതിലെ മനുഷ്യരാരും വരുന്നില്ല. ഇപ്പം ഞാനാണ് ഇതിൽ വന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇവരൊക്കെ ഇവിടെ ജനിച്ച് വളർന്ന ആൾക്കാരായതുകൊണ്ട് ഇവരിതിലെ നമ്മളെ ഇറക്കിക്കൊണ്ട് വന്നത്. താഴെ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ, ഒത്തിരി ആൾക്കാർ. അതൊക്കെ ട്രൈബൽ സെറ്റിൽമെൻറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവരുടെ നമുക്കൊന്ന് കാണാം, അവരോടും കൂടി നമുക്കൊന്ന് ചോദിക്കാം ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതൊക്കെ. അപ്പം സീതക്കയത്തിനോട് ഇനിയും നമ്മൾ അടുക്കേണ്ടിയിരിക്കുന്നു, നടക്കേണ്ടിയിരിക്കുന്നു. നോക്കിയേ, ഇവിടുത്തേക്ക് ഓരോ കല്ലിൻ്റെയൊക്കെ ഓരോ കാഴ്ചകൾ. അപ്പം അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ കുറേ കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഒരു നീല കളർ പൂ, ഇമാതിരി നീലക്കുറിഞ്ഞി പോലെ നിൽക്കുന്നുണ്ടോ. ഇത് മഴയത്താണ് ഇത് കൂടുതൽ സാറിന് പൂക്കുന്നത് കേട്ടോ. നല്ലൊരു വൈബ് കാണിച്ചല്ലേ, നല്ല അടിപൊളി ഒരു കാഴ്ച. സെറ്റ് നീലക്കുറിഞ്ഞി പോലെ നിൽക്കുന്നു. ഇതിങ്ങനെ കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പെരിയാറിൻ്റെ നടുക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി നിൽക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ആഗ്രഹമുള്ള കാര്യമാണ് കേട്ടോ. ഈ പെരിയാറിൻ്റെ നടുക്ക് ഇതുപോലൊരു വേനലിക്ക് ഇതുപോലെ ഇറങ്ങി നിൽക്കുന്നത്. എൻ്റെ 2 കരയും എന്നാ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഏകദേശം 10-250 അടി ഹൈറ്റാണ് കേട്ടോ. ഇത് അങ്ങോട്ടും 10-250 അടി ഹൈറ്റുണ്ട്. അങ്ങനെ അങ്ങോട്ടും 10-250 അടി ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പം അത്രയും താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ കേട്ടോ എന്നാ നല്ലൊരു വൈബാണ് നോക്കി. പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കര ആഴമാണ് കേട്ടോ. കാരണം ഇതിപ്പോൾ ഈ കാണുന്ന കല്ല് പോലെ തന്നെ ഇതിൻ്റെ അടിയിൽ കല്ലുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെയൊക്കെ അള്ളിൻ്റെ അടിയിലൊക്കെ എന്തോരെ പോയാലും നമുക്ക് മനുഷ്യനെ കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ടോ അങ്ങോട്ട് വെള്ളം സമാന്തര നിരപ്പിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കിനി കുറച്ചും കൂടെ നടന്നാൽ മതി നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ സീതക്കയത്തിലോട്ട്. താഴെ ഒരുപാട് ട്രൈബലായിട്ടുള്ള ആൾക്കാർ കുളിക്കുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വേണം താട്ടിറങ്ങിപ്പാൻ. ഇവിടുത്തെ ഒരു കാഴ്ച നോക്കി, അടിപൊളി പച്ചപ്പല്ലേ. പക്ഷേ എന്നാലും ഇതിപ്പോൾ ഒരു കാട്ടാനയുടെയൊക്കെ ഒരു ശല്യമുള്ളൊരു സ്ഥലമെന്ന് മനസ്സിലായി. ഇഷ്ടംപോലെ ആനപ്പുണ്ടൊക്കെ നമ്മൾ കണ്ടു, പക്ഷേ അതിൻ്റെ കാൽച്ചുവടൊക്കെ കണ്ടു കേട്ടോ. പക്ഷേ അങ്ങനെ ആനച്ചുവടിൻ്റെ മണം നമുക്ക് അടിച്ചിട്ടില്ല. അപ്പോൾ കാട്ടിലൊക്കെ ഒരുപാട് നീരുറവുകളും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ആനകൾ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ
ഉറപ്പിലാണ് ഞങ്ങൾ ഇതിലെ പോകുന്നത്. പക്ഷെ ഇതിലൊക്കെ ഓടിക്കഴിഞ്ഞാൽ നമ്മളെ ഓടിച്ചിട്ട് പിടിക്കും കേട്ടോ. ശരിയല്ലടാ? അതിനെയൊക്കെ ആക്രമിക്കാൻ വന്നാൽ ഓടിച്ചിട്ട് പിടിക്കും. പല ഇടങ്ങളിൽ കൂടെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. കാര്യം പറഞ്ഞാൽ മുട്ടപ്പോൾ വെള്ളമുള്ളൂ, പക്ഷെ പറഞ്ഞ കാര്യമില്ലേ, വെള്ളം കൂടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെയൊക്കെ വറ്റി വണ്ടി ചെളി വിണ്ട് കീറിയതാണ് കേട്ടോ. ഇതുപോലെ വിണ്ട് കീറിയതാണ്. അപ്പം ആ വിണ്ട് കയറിയ ഭാഗത്തെല്ലാം വെള്ളം കയറി കേട്ടോ. അപ്പോൾ അത്രയും വെള്ളം കൂടുന്നുണ്ടെന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പം കഴിഞ്ഞ ദിവസത്തേക്ക് മഴയുടെയൊക്കെ ശക്തി കൊണ്ടാണ് ഇത്രയും വെള്ളമായത്. അപ്പോൾ ഒരാഴ്ച നിന്ന് പെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം പൊങ്ങും കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കല്ലൊന്നും നമുക്ക് കാണത്തില്ല, ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് കാണത്തില്ല. സമാന്തര നിരപ്പിലൊഴുകുന്ന വെള്ളം. അപ്പം നമ്മൾ വിചാരിക്കുന്ന അറിയോ, ആഴങ്ങളില്ല, അടി കല്ലുകളൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ അത് കണ്ടോ, ഇത്രയും താന്നപ്പോൾ നമുക്ക് മനസ്സായത്. നോക്കിയേ കല്ലുകൾ എങ്ങനെയൊക്കെ കിടക്കുന്നു നോക്കി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 10 പേരിങ്ങനെ മീൻ പിടിക്കുന്നവരുണ്ട് കേട്ടോ. അതെ, ഒരു വലയൊക്കെ വീശി വരുന്നുണ്ട്. ഒരു കുട്ടി അതിലെ പോകുന്നു. ഇതേ കിടക്കുന്ന ഒരു ചങ്ങാറം. മേളിലൊക്കെ ഇഷ്ടംപോലെ വീടുണ്ട് കേട്ടോ. അതുപോലെ കുടിക്കാൻ വീടല്ല, ഷെഡ്. അവരിവിടെ മീൻ പിടിച്ച് ജീവിക്കുന്നവരാണല്ലേ, മീനില്ല പിടിക്കുന്നവർ. ഇഷ്ടംപോലെ അതെ താഴെ ഒരു കാനമാങ്ങ കിടക്കുന്നു. അത് തറക്കി വെച്ചിരുന്നു കേട്ടോ കാനമാങ്ങ. അപ്പോൾ നമ്മളിത് അതിലെയാണ് വന്നത് കേട്ടോ. അതേ കണ്ടോ, നമ്മുടെ വന്നതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇല്ലി, ഉണക്ക ഇല്ലിയാണ്. അതെ, അയ്യോ അവരവിടെ വല വീശി കേട്ടോ, മീൻ കിട്ടിയൊന്നും അറിയത്തില്ല. അങ്ങനെ നമുക്കതേ താഴോട്ട് നമുക്ക് ഇറങ്ങിപ്പോൾ അപ്പം സീതക്കയം അടുത്ത് ഇനി ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടന്നാൽ നമ്മുടെ സീതക്കയത്തിലോട്ട് എത്തി. ഇതുണ്ടോ, ഈ ആറിനകത്തിരിക്കുന്ന കല്ലാണ് കേട്ടോ. ഇവരെ ഭയങ്കരമായിട്ടുള്ള ആളുകളാണിതേ. ഒരു കല്ലിതേ നിലം തൊടാതിരിക്കുന്നതുണ്ടോ, ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഇഷ്ടംപോലെ കല്ലുകളാണ് കേട്ടോ. അടിപൊളിയല്ലേ? അല്ലേ, ഇഷ്ടം പോലെ മീനുണ്ട്. അവർ നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങി ചെല്ലാം. പക്ഷെ നമുക്ക് ഇതിലെ വെള്ളത്തിൽ പോകാൻ പറ്റുള്ളൂ, അല്ലാതെ ഉണ്ട്. അതൊക്കെ ഭയങ്കര കയമാണ് കേട്ടോ. നമുക്ക് ആ മീൻ പിടിപ്പിക്കുന്നവർക്കൊട്ടൊന്ന് ചെല്ലണം. എന്നാൽ അവർ ചീത്ത വിളിക്കുന്നത് സംശയമാണ്. ആ ആ സമയത്ത് ഈ സൈഡ് വഴി ഇല്ല, ഈ മീൻ കയറി വരും. ചേർത്ത് വീശിയാണ് കിട്ടും, ഇറക്കി വീശിയാൽ കിട്ടത്തില്ല. ചേർത്ത് വീശാം. അപ്പം കോലാൻ ചുണ്ട് നീട്ടിരിക്കുന്നത് അതിനെ കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മഴ പെയ്തിട്ട് വെള്ളം നല്ല കലക്കലിറങ്ങി, നല്ല കലക്കലിറങ്ങി പോയി കഴിഞ്ഞാൽ മഴ തോർന്നിട്ട് തെളിഞ്ഞ വെള്ളം വരില്ലേ, ആ തെളി വെള്ളത്തോട് കയറി. അങ്ങനെ ഗോപ്രയിലെ ചാർജ് കയറി കഴിഞ്ഞപ്പോൾ അതെ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഓടുക. ഇരുടാ ഭയങ്കര നാണമാണ് കേട്ടോ. അവനെ കല്യാണമൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് ഭയങ്കര നാണമാണേ. കല്യാണത്തിന് മാത്രമേ അവൻ വീഡിയോയിൽ വരൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ അപ്പോൾ അങ്ങനെ നമ്മളിതേ ഏകദേശം നമ്മളൊരു 2-3 മണിക്കൂറിന് നടപ്പ്. രാവിലെ നമ്മൾ 10 മണിക്ക് നടന്നാണ്. ഇപ്പോഴത്തെ സമയം എനിക്ക് തോന്നുന്നത് സമയത്തേടാ 1 മണി അടുത്തായി കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സമാന്തരമായിട്ട് ഒഴുകുന്ന ഈ ആറിൻ്റെ, മുല്ലപ്പെരിയാറിൻ്റെ ഒരു സൗന്ദര്യം അത് ഭയങ്കരം തന്നെയാണ് കേട്ടോ. ഭയങ്കരം തന്നെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് ഇവിടെ ആരും വന്നങ്ങനെ കുളിയോ പെറുക്കോ കാര്യങ്ങളോ ഒന്നും നടത്തത്തില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഇടുക്കി ജലാശയത്തിലോട്ട് ഒഴുകുന്ന ഒരു ഭാഗമാണ്. ഇവിടുന്ന് അങ്ങനെ സമാന്തര നിരപ്പിലാണ് ഈ ഒരു വെള്ളം ഒഴുകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സീതക്കയം, ഈ കാണുന്ന ലൊക്കേഷനാണ് സീതക്കയം. ഇടുക്കി മുല്ലപ്പെരിയാറ്റിൽ ബോഡി അല്ലെങ്കിൽ ഏതെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എങ്ങും കിട്ടിയില്ലെങ്കിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബോഡി അടിയുന്നത്. ഏകദേശം 8 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നതാണ്. അത് അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് 8 കിലോമീറ്റർ ഞങ്ങൾ നടന്നിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഭാഗം വരെ എത്തിയത്. ഒരുപാട് ദുർഘടം പിടിച്ചൊരു നടപ്പായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വല്ല വെള്ളമൊന്നുമില്ല, എന്നാലും വേണ്ടിയില്ല, നമ്മൾ ഈ ആറ്റിലെ വെള്ളമൊന്നും കുടിച്ചില്ല. നമ്മൾ അടുത്തൊരു ഷെഡിൽ കയറി വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. നമ്മളിത് ഈ ഒരു കാഴ്ച നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അതിഭയങ്കരമായിട്ടുള്ളൊരു നല്ലൊരു കാഴ്ചയാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല സൗന്ദര്യമാണ് ഇവിടം കാണാൻ, നല്ല ലൊക്കേഷനാണ് കാണാൻ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അപകടം ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗമാണ്. ഇത് ഇഷ്ടം പോലെ ആനച്ചോട്, അതായത് ആനകൾ ഇഷ്ടം പോലെ പോകുന്നതാണ്. ആനയുടെ പാട് കണ്ടോ, അതായത് നല്ല
കപ്പക്കൂമ്പൽ കുത്തിയാലല്ല, ഒരു മുരിക്കും കുഴി എടുത്ത പോലാണ്. നമ്മുടെ ഇവിടെ പറയും മുരിക്കും കുഴി എന്ന് പറയും. അതേ കൊടിയും മുരിക്കും നടാനുള്ള കുഴിയുടെ ഷേപ്പിലാണ്. ദേ ആ കാണുന്നതെല്ലാം കണ്ടോ, ആന നടന്ന് വെള്ളം കുടിക്കാൻ വന്ന സ്ഥലമാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇത്രയും ദൂരം വരുന്നത് കൊണ്ട് ആനയെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം കാടിൻ്റെ ഉള്ളിലൊക്കെ മഴയൊക്കെ പെയ്ത് അത്യാവശ്യം വെള്ളമുള്ളതിൻ്റെ പേരിൽ ആനകൾ ഇറങ്ങി വരാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് ട്രാക്ക് ഇട്ട പോലെ പോയിരിക്കുന്നുണ്ടോ, അതൊക്കെ പന്നിച്ചുവിടാണ് കേട്ടോ. അക്കരെ നമ്മളൊരു മ്ലാവിൻ്റെ ഒരു ഒച്ച കേട്ടു. പക്ഷേ ഈ പുഴയ്ക്ക് അക്കരെയാണ്. പക്ഷെ നമ്മളങ്ങോട്ട് നീന്താനൊന്നും നമുക്ക് അറിയത്തില്ല, നമ്മൾ അത് കാണാനൊന്നും പോകുന്നില്ല. ഇവിടെ നമ്മളിനി പോയേക്കാണ്. ഇതാണ് നമ്മുടെ സീതക്കയം. അപ്പം എല്ലാവരും പറയും അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് സീതക്കയം. പക്ഷേ അല്ല കേട്ടോ. അവിടുന്ന് ഏകദേശം ഞങ്ങളൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ നടന്നതിന് ശേഷമാണ് ഞങ്ങളിവിടെ എത്തിയത് കേട്ടോ, ഈ ആറ്റിൻഡീക്കടെ. അപ്പം ഇവിടെ ആരും വരാൻ ശ്രമിക്കരുത്, ഞങ്ങൾ തന്നെ വന്നത് തെറ്റാണ്. അപ്പം എന്നോട് ഇതിന് മുമ്പ് ഒരാൾ പറഞ്ഞു സീതക്കയം അടുത്താന്ന് പറഞ്ഞ പേര് വന്നതാണ്. പക്ഷേ ഇവിടെയുള്ളൊരു ആളിനെ കൂട്ടി നമ്മൾ ബ്രോയം കൂട്ടി വന്നതിൻ്റെ പേരിലാണ് നമുക്ക് സീതക്കയത്തിൻ്റെ ദൂരം നമുക്ക് മനസ്സിലായത് കേട്ടോ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.